ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഒക്ടോബർ 5 വാലൻസിലെ വിശുദ്ധ അപ്പോളിനാരിസ്. വിശുദ്ധ ഇസീക്കിയൂസിൻ്റെ മകനാണ് ഈ വാലൻസിലെ അപ്പോളിനാരിസ്. ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനും വിശുദ്ധനാണ് വിയന്നയിലെ വിശുദ്ധ അവിത്തുസ്. വാലൻസിലെ ബിഷപ്പായിരുന്നു ഫ്രാൻസിലെ വാലൻസുള്ള സ്ഥലത്തെ ഫ്രാൻസിലെ വാലൻസ്, ആ സ്ഥലത്തെ ബിഷപ്പായിരുന്നു ഈ അപ്പോളിനാരിസ്. ക്രിസ്തുവർഷം 456 അദ്ദേഹം അവിടെ മെത്രാനായി സ്ഥാനമേറ്റത്. കുറച്ച് നാളത്തേക്ക് ഈ രൂപതയിൽ മെത്രാന്മാരില്ലായിരുന്നു. അദ്ദേഹം ഈ അപ്പോളിനാരിസ് മെത്രാനായി സ്ഥാനമേറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ധാരാളം ഈ തെറ്റായ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തിരുത്തുന്നതിന് അദ്ദേഹം ശ്രമിച്ചു. മാത്രമല്ല, വിശ്വാസം ഒരു പുതിയ കുതിച്ചുചാട്ടത്തിലേക്ക് ഒരു പുതിയ ചുവടുവെപ്പ് നടത്താൻ, വിശ്വാസത്തിൽ പുതിയ ചുവടുവെപ്പ് നടത്താൻ രൂപത്തിലെ വൈദികരെയും അൽമായരെയും ഒക്കെ അദ്ദേഹം പ്രേരിപ്പിക്കുകയും അത് വിജയിക്കുകയും ചെയ്തു. ഇടയ്ക്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ അവിടുത്തെ രാജാവ് സിഗിസ്മുണ്ട് എന്ന് പറഞ്ഞ രാജാവ് മെത്രാനെ നാട് കടത്തി. പക്ഷേ ഈ രാജാവിന് രോഗം വന്നു കഴിഞ്ഞപ്പോൾ മെത്രാൻ തന്നെ അത്ഭുതകരമായി ചികിത്സിച്ച് അല്ലെങ്കിൽ സൗഖ്യപ്പെടുത്തി. അപ്പോൾ തിരിച്ചു വരാൻ, നാട് കടത്തിയ മെത്രാനോട് തിരിച്ചു വന്ന് ഈ മെത്രാൻ സ്ഥാനത്ത് ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ വീണ്ടും അനുവദിച്ചു, മെത്രാൻ സ്ഥാനത്ത് പ്രവർത്തിക്കാൻ അനുവദിച്ചു. സ്വാഭാവിക മരണമായിരുന്നു ഈ മെത്രാൻ്റേത്. അവിടെ തന്നെ ഫ്രാൻസിലെ വാലൻസിലെ കത്തീഡ്രൽ ദേവാലയത്തിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ഒരു രൂപതയിൽ കുറേ നാൾ മെത്രാന്മാരില്ലാതിരിക്കുക, എന്നിട്ട് അവിടേക്ക് മെത്രാനായി നിയമിതനാകുക, അവിടെ ഉണ്ടായിരുന്ന ഈ മെത്രാൻ ഇല്ലാത്ത സമയത്ത് കടന്നുകൂടിയ ദുരാചാരങ്ങളെല്ലാം ഉന്മൂലനം ചെയ്യുക, വിശ്വാസത്തിൻ്റെ ഒരു പുതുക്കി എഴുത്ത് അല്ലെങ്കിൽ വിശ്വാസത്തെ സജീവമാക്കാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത്, പിന്നെ പ്രാർത്ഥനയും പ്രാശ്ചിത്വം അങ്ങനെയൊക്കെയായി രാഷ്ട്രീയ കാരണങ്ങളാൽ രാജാവ് നാട് കടത്തി, അങ്ങനെ പോകേണ്ടി വന്നു. എന്നാലും അവിടെ ഇരുന്നു കൊണ്ട് രാജാവിനെ ചികിത്സിച്ചു, സൗഖ്യപ്പെടുത്തി അത്ഭുതകരമായിട്ട്. അപ്പോൾ തിരിച്ചു വന്ന് വീണ്ടും മെത്രസ്ഥാനത്ത് വന്നു. ഇങ്ങനെ സഭയെ നവീകരിക്കുന്നതിലും വിശ്വാസത്തെ പുതുക്കി എഴുതുന്നതിലും ദുരാചാരങ്ങൾ ഇല്ലാതാക്കുന്നതിലും വലിയ പങ്ക് വഹിച്ച ഒരു മെത്രാനാണ് വാലൻസിലെ അപ്പോളിനാരിസ്, വിശുദ്ധ അപ്പോളിനാരിസ്. ഇതെല്ലാം നമുക്കും പ്രചോദനമാകട്ടെ. നമ്മുടെ ഇടയിലും ദുരാചാരങ്ങളുണ്ടാകാം, ഇല്ലേ? അനാചാരങ്ങളൊക്കെ കടന്നുകൂടാം, മനുഷ്യരാണല്ലോ. പിന്നെ വിശ്വാസത്തിനൊരു പുതുക്കിയെഴുത്ത് എന്നും ആവശ്യമാണ്. ഒരു പുതിയ ചാട്ടം നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല, സഭയുടെ നവീകരണം, അത് ശുദ്ധീകരണം എന്നും നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. ഒരു ദിവസം സഭ എല്ലാം കൂടി ഇങ്ങനെ പെർഫെക്റ്റ് ആകുകയല്ല, എല്ലാ ദിവസവും ഈ ശുദ്ധീകരണം നടക്കണം. അതുകൊണ്ടാണ് ഇല്ലേ മുന്തിരിച്ചെടിയെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശാഖകൾ മുറിച്ച് ഇല്ലേ നല്ല ഫലം കായ്ക്കാനായിട്ട് വെട്ടിയൊരുക്കണമെന്ന് കർത്താവ് പറയുന്നത്. ആ വെട്ടിയൊരുക്കൽ എന്നും നടക്കേണ്ട സംഗതിയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭയിലും. അതെല്ലാം സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.